ടോപ്പ് ട്യൂഷന്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസൺ ഇലക്ട്രോകെമിസ്ട്രി. വാഹനങ്ങൾ, മൊബൈൽ ഫോണുകൾ തുടങ്ങി നമ്മുടെ ഡെയിലി ലൈഫിലെ ഒട്ടുമിക്ക ഡിവൈസസും പ്രവർത്തിക്കാൻ സെല്ലുകളിലും ബാറ്ററികളിലുമായി സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ആവശ്യമാണ്. ഈ ബാറ്ററികൾ എങ്ങനെ എനർജി സ്റ്റോർ ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു എന്നതിന് പിന്നിലെ ബേസിക് പ്രിൻസിപ്പിളാണ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷനുകൾ. ഈ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോകെമിസ്ട്രി. അതായത് കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നതിനെക്കുറിച്ചുമുള്ള പഠനം. രസമുണ്ടല്ലേ കേൾക്കാൻ? ഈ ചേഞ്ചസ് സാധ്യമാക്കുന്ന ഡിവൈസസിനെയാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സെൽസ് എന്ന് വിളിക്കുന്നത്. ഏകദേശം 1794-ൽ അലസാൻഡ്രോ വോൾട്ട എന്ന സയന്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. രണ്ട് വ്യത്യസ്ത മെറ്റൽസ്, അതായത് സിങ്കും കോപ്പറും ഒരു വെറ്റ് പേപ്പറിന്റെ ഇരുവശത്തും വെച്ചാൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണ്ടെത്തി. പിന്നീട് 1800-ൽ വോൾട്ടയുടെ ബാറ്ററി ഉപയോഗിച്ചാണ് വെള്ളത്തിനെ, അതായത് വാട്ടറിനെ, ഓക്സിജനും ഹൈഡ്രജനുമാക്കി മാറ്റാൻ അഥവാ ഡീകമ്പോസ് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചത്. അത് കെമിസ്ട്രിയുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ഈ ഇലക്ട്രോകെമിക്കൽ സെല്ലുകളെ നമുക്ക് പ്രധാനമായും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഗാൽവാനിക് സെൽ, രണ്ട് ഇലക്ട്രോലൈറ്റിക് സെൽ. ഇന്ന് നമുക്ക് ആദ്യം ഗാൽവാനിക് സെല്ലിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. എന്താണ് ഈ ഗാൽവാനിക് സെൽ? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസസ് ആണ് ഗാൽവാനിക് സെൽസ്. ഡാനിയൽ സെൽ ഒരു ഗാൽവാനിക് സെല്ലിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നമുക്കൊരു ഡാനിയൽ സെൽ എങ്ങനെ നിർമ്മിക്കാം അഥവാ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? ഒരു എക്സ്പെരിമെന്റ് ചെയ്താലോ? നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബീക്കർ, ഒരു സിങ്ക് റോഡ്, ഒരു കോപ്പർ റോഡ്, പിന്നെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും, ഒരു സോൾട്ട് ബ്രിഡ്ജും കുറച്ച് കോപ്പർ വയറുകളും വേണം. കൂടെ ഒരു ഗാൽവനോമീറ്ററും ഒരു LED ബൾബും വേണം. ഇനി നമുക്ക് എക്സ്പെരിമെന്റ് തുടങ്ങാം. ഒരു ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. അതിലേക്ക് ഒരു സിങ്ക് റോഡ് ഇറക്കി വെക്കുക. ഇതിനെ നമുക്ക് ഹാഫ് സെൽ 1 എന്ന് വിളിക്കാം. ഇനി മറ്റൊരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുക. അതിൽ ഒരു കോപ്പർ റോഡ് ഇറക്കി വെക്കുക. ഇതാണ് നമ്മുടെ ഹാഫ് സെൽ 2. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഹാഫ് സെല്ലുകൾ ഉണ്ട്. ഇനി ഈ 2 സൊല്യൂഷൻസിനെയും ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് കണക്ട് ചെയ്യണം. എന്താണ് ഈ സോൾട്ട് ബ്രിഡ്ജ് എന്നല്ലേ ചിന്തിക്കുന്നത്? ഒരു ഷേപ്പുള്ള ഗ്ലാസ് ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ്. അതിലൊരു ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ജെൽ രൂപത്തിൽ നിറച്ചിരിക്കും. പൊട്ടാസ്യം ക്ലോറൈഡ് അഥവാ KCl പോലുള്ളവയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഈ സോൾട്ട് ബ്രിഡ്ജ് 2 സൊല്യൂഷൻസിനെയും തമ്മിൽ മിക്സ് ആകാതെ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് സ്ഥാപിക്കാൻ സഹായിക്കുന്നു. ഇനി സിങ്ക് റോഡിനെയും കോപ്പർ റോഡിനെയും കോപ്പർ വയറുകൾ ഉപയോഗിച്ച് ഒരു ബൾബുമായി കണക്ട് ചെയ്യുക. എന്ത് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞു? ബൾബ് പ്രകാശിക്കുന്നു, അല്ലേ? എന്തുകൊണ്ടാണ് ബൾബ് പ്രകാശിച്ചത്? ബൾബിലൂടെ ഒരു ഇലക്ട്രിക് കറന്റ് ഒഴുകുന്നു എന്ന് മനസ്സിലാക്കാം. ഇതിന്റെ അർത്ഥം നമ്മുടെ സെൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ്. ഇനി ബൾബ് മാറ്റി അവിടെ ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യാം. ഗാൽവനോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറന്റിന്റെ പ്രസൻസും ഡിറക്ഷനും അറിയാൻ. കോപ്പർ റോഡിനെ ഗാൽവനോമീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും സിങ്ക് റോഡിനെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യുക. ഗാൽവനോമീറ്ററിന്റെ സൂചി വലതുവശത്തേക്ക്, അതായത് പോസിറ്റീവ് ടെർമിനലിന്റെ ദിശയിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാം. ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? ഇലക്ട്രോൺ ഫ്ലോ സിങ്ക് റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്കാണ്. ഇലക്ട്രിക് കറന്റിന്റെ ഫ്ലോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലുമായിരിക്കും, അതായത് കോപ്പർ റോഡിൽ നിന്ന് സിങ്ക് റോഡിലേക്ക്. എപ്പോഴും ഓർക്കുക, ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറന്റ് ഫ്ലോ. ഇനി ഗാൽവനോമീറ്ററിന് പകരം ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ 2 ഇലക്ട്രോഡുകൾക്കിടയിലുള്ള വോൾട്ടേജ് അളക്കാം. ഇവിടെ ഓരോ ഇലക്ട്രോഡിലും നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. സിങ്ക് ഇലക്ട്രോഡിൽ എന്താണ് സംഭവിക്കുന്നത്? സിങ്ക് ആറ്റം അഥവാ Zn 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് അഥവാ ലൂസ് ചെയ്ത് സിങ്ക് അയണായി മാറുന്നു. Zn gives Zn2+ plus 2 ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുക? ഓർക്കുന്നുണ്ടോ? ഓക്സിഡേഷൻ. അപ്പോൾ കോപ്പർ ഇലക്ട്രോഡിലോ? സൊല്യൂഷനിലുള്ള കോപ്പർ അയോൺ അഥവാ Cu2+ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി മാറുന്നു. Cu2+ plus 2 ഇലക്ട്രോൺസ് gives Cu. ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? റിഡക്ഷൻ. അപ്പോൾ ഇവിടെ ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, റിഡക്ഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു റിഡോക്സ് റിയാക്ഷനാണ്.
ഒരു ഗാൽവാനിക് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് പറയുന്നു, റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ കാഥോഡ് എന്ന് പറയുന്നു. അപ്പോൾ ഡാനിയൽ സെല്ലിൽ ഏതാണ് ആനോഡ്? സിങ്ക് ഇലക്ട്രോഡ്, കാരണം അവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഏതാണ് കാഥോഡ്? കോപ്പർ ഇലക്ട്രോഡ്, അവിടെയാണ് റിഡക്ഷൻ നടക്കുന്നത്. ഗാൽവാനിക് സെല്ലിൽ ആനോഡിന് നെഗറ്റീവ് ചാർജും കാഥോഡിന് പോസിറ്റീവ് ചാർജും ആയിരിക്കും. ഇതോർത്തുവെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ആനോക്സ് റെഡ് കാറ്റ്. ആനോഡ് ഈസ് ഓക്സിഡേഷൻ, റിഡക്ഷൻ ഈസ് കാഥോഡ്. ഈ സോൾട്ട് ബ്രിഡ്ജിന്റെ റോൾ വളരെ വലുതാണ്. രണ്ട് ഹാഫ് സെല്ലുകളിലെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. അതായത് അയണുകളുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ കുറച്ചു സമയത്തിന് ശേഷം സെൽ പ്രവർത്തനം സ്റ്റോപ്പ് ആകും. അപ്പോൾ ഒരു ഗാൽവാനിക് സെല്ലിന്റെ പ്രധാന പാർട്ടുകൾ ഏതൊക്കെയാണ്? രണ്ട് ഹാഫ് സെല്ലുകൾ, അതായത് രണ്ട് ഇലക്ട്രോഡുകളും അവയുടെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനുകളും ഒരു സോൾട്ട് ബ്രിഡ്ജും പിന്നെ ഇലക്ട്രോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടും. ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് ഒരു റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടാണ്. നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. റിയാക്ടിവിറ്റി സീരീസ് ഓർക്കുന്നുണ്ടോ? മെറ്റൽസിനെ അവയുടെ റിയാക്ടിവിറ്റി കുറഞ്ഞുവരുന്ന ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത ഒരു ലിസ്റ്റ്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഈ റിയാക്ടിവിറ്റി സീരീസിന് ഗാൽവാനിക് സെല്ലിൽ വലിയ പങ്കുണ്ട്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ എപ്പോഴും ആനോഡായി പ്രവർത്തിക്കും, അതായത് അതിനായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുക. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ കാഥോഡായും പ്രവർത്തിക്കും, അതിന് റിഡക്ഷൻ സംഭവിക്കും. നമ്മുടെ ഡാനിയൽ സെല്ലിൽ സിങ്കും കോപ്പറുമാണ് ഉപയോഗിച്ചത്. റിയാക്ടിവിറ്റി സീരീസിൽ ഏതാണ് മുകളിൽ? സിങ്ക് അല്ലേ? അതെ, സിങ്കിനാണ് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതൽ. അതുകൊണ്ട് സിങ്ക് ആനോഡായും കോപ്പർ കാഥോഡായും പ്രവർത്തിച്ചു. ഇലക്ട്രോൺ ഫ്ലോ സിങ്കിൽ നിന്ന് കോപ്പറിലേക്കായിരിക്കും. ഈ സെല്ലിന് ഡാനിയൽ സെല്ലിനേക്കാൾ വോൾട്ടേജ് കൂടുതലായിരിക്കും, കാരണം മെറ്റൽസ് തമ്മിലുള്ള റിയാക്ടിവിറ്റി ഡിഫറൻസ് കൂടുന്തോറും സെൽ വോൾട്ടേജും കൂടും. ഇനി കോപ്പറും സിൽവറും ഉപയോഗിച്ചാണ് സെല്ലുണ്ടാക്കുന്നതെങ്കിലോ? റിയാക്ടിവിറ്റി സീരീസിൽ കോപ്പർ സിൽവറിന് മുകളിലാണ്. അപ്പോൾ ഇവിടെ ആരാണ് ആനോഡ്? കോപ്പർ. അതെ, കോപ്പറിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. സിൽവർ കാഥോഡായും പ്രവർത്തിക്കും. ഇലക്ട്രോൺ ഫ്ലോ കോപ്പറിൽ നിന്ന് സിൽവറിലേക്കായിരിക്കും. കണ്ടോ, റിയാക്ടിവിറ്റി സീരീസ് അറിയാമെങ്കിൽ ഏത് മെറ്റലാണ് ആനോഡ്, ഏതാണ് കാഥോഡ് എന്ന് എളുപ്പത്തിൽ പറയാൻ പറ്റും. ഈ റിയാക്ടിവിറ്റി സീരീസിന് വേറെയും യൂസസ് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഓർമ്മയില്ലേ? റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യും. ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഒരു അയൺ നെയിലിട്ടാൽ എന്ത് സംഭവിക്കും? ഇരുമ്പിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ അയൺ നെയിൽ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. അയൺ നെയിലിന്റെ മുകളിൽ കോപ്പർ പറ്റിപ്പിടിക്കും, അഥവാ ഡെപ്പോസിറ്റ് ആകും. സൊല്യൂഷന്റെ നീല നിറം മാറും. എന്നാൽ കോപ്പർ കമ്പി അയൺ സൾഫേറ്റിലിട്ടാൽ ഒന്നും സംഭവിക്കില്ല, കാരണം കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പല മെറ്റൽസിനെയും വേർതിരിക്കാനും ശുദ്ധീകരിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, കോപ്പർ പാത്രത്തിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ സൂക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ടായിരിക്കും? കോപ്പറിന് സിൽവറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ കോപ്പർ പാത്രം സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യും. പാത്രം കേടുവരികയും സൊല്യൂഷനിൽ കോപ്പർ അയണുകൾ കലരുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും റിയാക്ടിവിറ്റി കുറഞ്ഞ പാത്രങ്ങളിലാണ് നമ്മൾ സോൾട്ട് സൊല്യൂഷൻ സ്റ്റോർ ചെയ്യേണ്ടത്. ഗാൽവാനിക് സെല്ലിന്റെ പ്രവർത്തനം തുടരുമ്പോൾ സിങ്ക് റോഡ് ചെറുതാവുകയും കോപ്പർ റോഡ് വലുതാവുകയും ചെയ്യും. കാരണം സിങ്ക് ഓക്സിഡൈസ് ചെയ്ത് ഡിസോൾവ് ആകുന്നു. കോപ്പർ അയണുകൾ റെഡ്യൂസ് ചെയ്ത് കോപ്പർ റോഡിൽ ഡെപ്പോസിറ്റ് ആകുന്നു. സോൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സിങ്ക് ഹാഫ് സെല്ലിൽ പോസിറ്റീവ് ചാർജ് കൂടും, കോപ്പർ ഹാഫ് സെല്ലിൽ നെഗറ്റീവ് ചാർജ് കൂടും. ഈ ചാർജ് ബിൽഡപ്പ് കാരണം ഇലക്ട്രോൺ ഫ്ലോ നിൽക്കും, സെൽ പ്രവർത്തനം സ്റ്റോപ്പ് ആകും. സോൾട്ട് ബ്രിഡ്ജിലെ അയണുകൾ ഈ അധിക ചാർജിനെ ന്യൂട്രലൈസ് ചെയ്താണ് സെൽ പ്രവർത്തനം സുഗമമാക്കുന്നത്. KCl ആണ് സോൾട്ട് ബ്രിഡ്ജെങ്കിൽ Cl- അയണുകൾ സിങ്ക് ഹാഫ് സെല്ലിലേക്കും K+ അയണുകൾ കോപ്പർ ഹാഫ് സെല്ലിലേക്കും നീങ്ങും. അങ്ങനെ ചാർജ് ബാലൻസ് ചെയ്യും. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് ഒരു പാലം മാത്രമല്ല, ഒരു ട്രാഫിക് പോലീസുകാരനെ പോലെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് എങ്ങനെ കെമിക്കൽ റിയാക്ഷൻ നടത്താമെന്ന്. ഈ പ്രോസസ്സ് നടക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിന്റെ പേരാണ് ഇലക്ട്രോളിസിസ്. പേരുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു സബ്സ്റ്റൻസിനെ വിഘടിപ്പിക്കുക, അതായത് ഡീകമ്പോസ് ചെയ്യുക. അപ്പോൾ എന്താണ് ഇലക്ട്രോളിസിസ്?
ഒരു ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ അതിന് കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോളിസിസ്. എന്താണീ ഇലക്ട്രോലൈറ്റ്? ഉരുകിയ അവസ്ഥയിലോ ലായനി രൂപത്തിലോ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന സബ്സ്റ്റൻസസ് ആണ് ഇലക്ട്രോലൈറ്റുകൾ. ഉദാഹരണത്തിന് ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ ഒക്കെ ഇലക്ട്രോലൈറ്റുകളാണ്. ഉരുകിയ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇവയൊക്കെ നല്ല ഇലക്ട്രോലൈറ്റുകളാണ്. ഈ ഇലക്ട്രോലൈറ്റുകളിൽ ഫ്രീ ആയി ചലിക്കാൻ കഴിയുന്ന അയോണുകളുണ്ട്. ഈ അയോണുകളാണ് ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ സഹായിക്കുന്നത്. ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഇലക്ട്രോലൈറ്റ്, പിന്നെ അതിൽ ഡിപ്പ് ചെയ്തു വെച്ച 2 ഇലക്ട്രോഡുകൾ. ഈ ഇലക്ട്രോഡുകളെ നമ്മളൊരു ബാറ്ററി പോലുള്ളൊരു എക്സ്റ്റേണൽ പവർ സോഴ്സുമായി കണക്ട് ചെയ്യുന്നു. ഇവിടെയാണ് ഗാൽവനിക് സെല്ലുമായുള്ള പ്രധാന വ്യത്യാസം. ഗാൽവനിക് സെൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു, ഇലക്ട്രോലൈറ്റിക് സെൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് പറയുന്നു, നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡിനെ കാഥോഡ് എന്നും. ഇവിടെ ചാർജുകൾ ശ്രദ്ധിച്ചോ? ഗാൽവനിക് സെല്ലിന്റെ നേരെ തിരിച്ചാണ്. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ മാറ്റമില്ല. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനും കാഥോഡിൽ എപ്പോഴും റിഡക്ഷനുമായിരിക്കും. അതേത് തരം സെല്ലായാലും ശരി. അനോക്സ് റെഡ് കാറ്റ് എന്നത് എവിടെയും ശരിയാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ്. കറിയുപ്പ് അല്ലേ? സോളിഡ് സ്റ്റേറ്റിൽ NaCl ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, കാരണം അയോണുകൾക്ക് ചലിക്കാൻ സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഉരുകിയ അവസ്ഥയിൽ Na+ഉം Cl- അയോണുകൾ ഫ്രീ ആയി ചലിക്കും. അപ്പോൾ നമ്മൾ മോൾട്ടൻ NaCl എടുത്ത് അതിലേക്ക് 2 ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾ വെക്കുന്നു. എന്നിട്ടൊരു ബാറ്ററിയുമായി കണക്ട് ചെയ്യുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്ത ആനോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടും, നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്ത കാഥോഡിന് നെഗറ്റീവ് ചാർജും. ഇപ്പോൾ ആ മോൾട്ടൻ സ്റ്റേറ്റിൽ പോസിറ്റീവ് ചാർജുള്ള Na+ അയോണുകളും നെഗറ്റീവ് ചാർജുള്ള Cl- അയോണുകളുമുണ്ട്. ഓപ്പോസിറ്റ് ചാർജുകൾ ആകർഷിക്കുമല്ലോ. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള Cl- അയോണുകൾ ഏത് ഇലക്ട്രോഡിലേക്ക് പോകും? പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക്. അവിടെ ചെന്ന് Cl- അയോണിന് എന്ത് സംഭവിക്കും? അത് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് ക്ലോറിൻ ആറ്റമായി മാറും. 2Cl- gives Cl2 + 2 ഇലക്ട്രോൺസ്. ഇലക്ട്രോണിനെ ലൂസ് ചെയ്തു. അപ്പോൾ ഇതെന്ത് റിയാക്ഷനാണ്? ഓക്സിഡേഷൻ. അപ്പോൾ ആനോഡിൽ നമുക്ക് ക്ലോറിൻ ഗ്യാസ് ലഭിക്കും. ഇനി പോസിറ്റീവ് ചാർജുള്ള Na+ അയോണുകളോ? അവ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് പോകും. അവിടെ ചെന്ന് Na+ അയോൺ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് സോഡിയം മെറ്റലായി മാറും. Na++ ഇലക്ട്രോൺ ഗിവ്സ് Na. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. അപ്പോൾ ഇതെന്ത് റിയാക്ഷനാണ്? റിഡക്ഷൻ. അപ്പോൾ കാഥോഡിൽ നമുക്ക് സോഡിയം മെറ്റൽ ലഭിക്കും. കണ്ടോ, നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോൾ സോഡിയം ക്ലോറൈഡ് വിഘടിച്ച് സോഡിയവും ക്ലോറിനുമായി മാറി. ഇതാണ് ഇലക്ട്രോളിസിസ്. ഇനി നമുക്ക് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസ് നോക്കാം. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. സൊല്യൂഷനിൽ Na+ Cl- അയോണുകൾക്ക് പുറമെ ആരുണ്ട്? വെള്ളം, അതായത് H2O. വെള്ളവും ഭാഗികമായി H+OH- അയോണുകളായി മാറും. അപ്പോൾ കാഥോഡിലേക്ക് പോകാൻ 2 പേരുണ്ട്, Na+ഉം H+ഉം. ആനോഡിലേക്ക് പോകാനും 2 പേരുണ്ട്, Cl- OH-ഉം. ഒരു കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്. ആരാദ്യം എത്തുമെന്നല്ല, ആർക്കാണ് റിയാക്ഷൻ നടക്കുക എന്ന്. കാഥോഡിൽ റിഡക്ഷൻ ആണല്ലോ നടക്കുക. സോഡിയം, ഹൈഡ്രജൻ ഇവരിൽ ആർക്കാണ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാൻ കൂടുതൽ ടെൻഡൻസി? റിയാക്ടിവിറ്റി സീരീസ് ഓർത്തേ. സോഡിയം മുകളിലും ഹൈഡ്രജൻ താഴെയുമാണ്. റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാണ് ഇലക്ട്രോൺ സ്വീകരിക്കാൻ, അതായത് റിഡക്ഷന് ടെൻഡൻസി കൂടുതൽ. അപ്പോൾ ഇവിടെ ഹൈഡ്രജനാണ് ജയിക്കുക. കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. 2H2O + 2 ഇലക്ട്രോൺസ് ഗിവ്സ് H2 + 2OH-. സോഡിയം സൊല്യൂഷനിൽ തന്നെ അയോണായി തുടരും. ഇനി ആനോഡിൽ ഓക്സിഡേഷനാണ്. Cl- ഉം OH- തമ്മിലാണ് കോമ്പറ്റീഷൻ. ഇവിടെ ക്ലോറിനാണ് ജയിക്കുന്നത്. ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും. 2Cl- ഗിവ്സ് Cl2 + 2 ഇലക്ട്രോൺസ്. അപ്പോൾ എക്വസ് NaCl സൊല്യൂഷൻ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ കാഥോഡിൽ ഹൈഡ്രജനും ആനോഡിൽ ക്ലോറിനും ലഭിക്കും. സൊല്യൂഷനിൽ ബാക്കി വരുന്നത് Na+ഉം OH- അവർ ചേർന്ന് സോഡിയം ഹൈഡ്രോക്സൈഡായി മാറും. കണ്ടോ, മോൾട്ടൻ NaCl ഇലക്ട്രോളിസിസ് ചെയ്തപ്പോൾ കിട്ടിയ പ്രോഡക്ട്സ് അല്ല ഇവിടെ കിട്ടിയത്. വെള്ളം വന്നപ്പോൾ കാര്യങ്ങൾ മാറി. ഈ ഇലക്ട്രോളിസിസിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്?
ഇലക്ട്രോളിസിസ് വഴി ഒരു മെറ്റലിന് മുകളിൽ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്ന പ്രോസസ്സ്. സ്വർണം പൂശിയ ആഭരണങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ ഇലക്ട്രോപ്ലേറ്റിംഗ് വഴിയാണ് ചെയ്യുന്നത്. ഭംഗി കൂട്ടാനും തുരുമ്പെടുക്കുന്നത് തടയാനുമാണ് ഇത് പ്രധാനമായും ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കൊരു ഇരുമ്പ് വളയിൽ കോപ്പർ കോട്ട് ചെയ്യണമെന്ന് കരുതുക. ഏത് ഒബ്ജക്റ്റിലാണോ കോട്ട് ചെയ്യേണ്ടത് അതിനെ നമ്മൾ കാഥോഡായി എടുക്കണം. അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യണം. ഇവിടെ ഇരുമ്പ് വളയാണ് നമ്മുടെ കാഥോഡ്. ഏത് മെറ്റലാണോ കോട്ട് ചെയ്യേണ്ടത് അതിനെ ആനോഡായി എടുക്കണം. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യണം. ഇവിടെ കോപ്പർ ആണ് പൂശേണ്ടത്. അപ്പോൾ കോപ്പർ പ്ലേറ്റ് ആണ് ആനോഡ്. ഇലക്ട്രോലൈറ്റായി എടുക്കേണ്ടത് പൂശേണ്ട മെറ്റലിന്റെ ഒരു സോൾട്ട് സൊല്യൂഷനാണ്. ഇവിടെ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. ഇനി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആനോഡായ കോപ്പർ പ്ലേറ്റിന് ഓക്സിഡേഷൻ സംഭവിക്കും. കോപ്പർ ആറ്റങ്ങൾ Cu2+ അയോണുകളായി സൊല്യൂഷനിലേക്ക് വരും. Cu gives Cu2+ 2 ഇലക്ട്രോൺസ്. ഈ Cu2+ അയോണുകൾ നെഗറ്റീവ് ചാർജുള്ള കാഥോഡായ അയൺ ബാങ്കിളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അവിടെ വെച്ച് അവ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി വളയിൽ ഡെപ്പോസിറ്റ് ആകും. Cu2+ 2 ഇലക്ട്രോൺസ് ഗിവ്സ് Cu. അങ്ങനെ അയൺ ബാങ്കിളിന് മുകളിൽ കോപ്പറിന്റെ ഒരു നേർത്ത ലെയർ രൂപപ്പെടും. ആനോഡിൽ നിന്ന് എത്ര കോപ്പർ ഡിസോൾവ് ആകുന്നുവോ അത്രയും കോപ്പർ കാഥോഡിൽ ഡെപ്പോസിറ്റ് ആകും. അതുകൊണ്ട് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനിൽ മാറ്റം വരുന്നില്ല. സിമ്പിൾ അല്ലേ? ഇതുപോലെ സിൽവർ കൊണ്ടും ഗോൾഡ് കൊണ്ടുമൊക്കെ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാം. സിൽവർ പ്ലേറ്റിംഗ് ചെയ്യണമെങ്കിൽ ആനോഡായി സിൽവറും ഇലക്ട്രോലൈറ്റായി സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും എടുക്കണം. സ്വർണം പൂശണം അഥവാ ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യണമെങ്കിൽ ആനോഡായി സ്വർണവും ഇലക്ട്രോലൈറ്റായി സോഡിയം ഓറോസയനൈഡ് സൊല്യൂഷനും എടുക്കണം. ഇനി ഇലക്ട്രോളിസിസിന്റെ മറ്റു യൂസസ് എന്തൊക്കെയാണ്? സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, അലുമിനിയം തുടങ്ങിയ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസിനെ വേർതിരിച്ചെടുക്കാൻ ഇലക്ട്രോളിസിസ് ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ തുടങ്ങിയ നോൺ മെറ്റൽസിനെ വ്യാവസായികമായി നിർമ്മിക്കാനും ഇതുപയോഗിക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ കോമ്പൗണ്ട്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. കോപ്പർ, ഗോൾഡ് തുടങ്ങിയ മെറ്റൽസിനെ ശുദ്ധീകരിക്കാനും ഇലക്ട്രോളിസിസ് ഉപയോഗിക്കാം. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ലും ഇലക്ട്രോളിസിസും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഗാൽവനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഗാൽവനിക് സെൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഇലക്ട്രോലൈറ്റിക് സെൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. ഗാൽവനിക് സെല്ലിൽ റിഡോക്സ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, സ്വയമേ നടക്കും. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ അങ്ങനെയല്ല, നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്താലേ നടക്കും, നോൺ സ്പോണ്ടേനിയസ്. ഗാൽവനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമാണ്. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. ഈ ഡിഫറൻസുകൾ കൃത്യമായി പഠിച്ചുവെക്കണം. ഇനി നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ചില സെല്ലുകളെ പരിചയപ്പെട്ടാലോ? നമ്മൾ സെല്ലുകളെ പ്രധാനമായും രണ്ടായി തിരിക്കുന്നു: പ്രൈമറി സെല്ലുകളും സെക്കൻഡറി സെല്ലുകളും. എന്താണ് പ്രൈമറി സെൽ? ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളാണ് പ്രൈമറി സെൽ. യൂസ് ആൻഡ് ത്രോ എന്ന് പറയാം. അവയിലെ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞാൽ സെല്ല് ഡെഡായി. ഉദാഹരണത്തിന് നമ്മുടെ ക്ലോക്കിലും റിമോട്ടിലുമൊക്കെ ഇടുന്ന ഡ്രൈ സെൽ, വാച്ചിലിടുന്ന ചെറിയ ബട്ടൺ സെൽ, ഇതൊക്കെ പ്രൈമറി സെല്ലുകളാണ്. ഇനി എന്താണ് സെക്കൻഡറി സെൽ? ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലുകളാണ് സെക്കൻഡറി സെല്ലുകൾ. നമ്മുടെ മൊബൈൽ ഫോൺ ബാറ്ററി, കാർ ബാറ്ററി ഒക്കെ റീചാർജ് ചെയ്യാറില്ലേ? അപ്പോൾ അതൊക്കെ സെക്കൻഡറി സെല്ലുകളാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് സെൽ ഒരു പ്രധാനപ്പെട്ട സെക്കൻഡറി സെല്ലാണ്. നിക്കൽ കാഡ്മിയം സെൽ, ലിഥിയം അയൺ ബാറ്ററി എന്നിവയൊക്കെ മറ്റുദാഹരണങ്ങളാണ്. ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമായി മാറിയ ഒന്നാണ് ലിഥിയം അയൺ ബാറ്ററികൾ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എല്ലായിടത്തും ഇവനാണ് താരം. എന്തുകൊണ്ടാണ് ലിഥിയം അയൺ ബാറ്ററികൾ ഇത്ര പോപ്പുലർ ആയത്? അവയ്ക്ക് ഉയർന്ന എനർജി ഡെൻസിറ്റിയുണ്ട്. അതായത് ചെറിയ വലിപ്പത്തിൽ കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയും. അവ ഒരുപാട് കാലം നിലനിൽക്കും. അവയുടെ സെൽഫ് ഡിസ്ചാർജ് റേറ്റ് വളരെ കുറവാണ്. അതായത് ഉപയോഗിക്കാതെ വെച്ചാലും ചാർജ് പെട്ടെന്ന് കുറഞ്ഞുപോകില്ല. ലിഥിയം അയൺ ബാറ്ററിയുടെ പ്രവർത്തന തത്വം ലിഥിയം അയോണുകളുടെ മൂവ്മെന്റാണ്. ചാർജ് ചെയ്യുമ്പോൾ ലിഥിയം അയോണുകൾ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് നീങ്ങുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അയോണുകൾ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് തിരികെ നീങ്ങുന്നു. ഈ അയൺ ഫ്ലോ ആണ് ഇലക്ട്രിക്കൽ എനർജി റിലീസ് ചെയ്യുന്നത്. ലിഥിയം അയൺ ബാറ്ററികളുടെ വികസനത്തിന് 2019 3 ശാസ്ത്രജ്ഞർക്ക് കെമിസ്ട്രിയിൽ നൊബേൽ സമ്മാനം ലഭിച്ചു. അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണിത്. ഇനി മറ്റൊരു തരം സെല്ലുണ്ട്, ഫ്യൂവൽ സെൽ. ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയെ നേരിട്ട് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഗാൽവനിക് സെല്ലുകളാണിവ.
ഹൈഡ്രജൻ, മീഥേൻ, മെഥനോൾ തുടങ്ങിയ ഇന്ധനങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഫ്യൂവൽ നൽകുന്നിടത്തോളം കാലം ഇത് തുടർച്ചയായി ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. ഇതിന്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ഇത് വളരെ ഉയർന്ന കാര്യക്ഷമതയോടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. മലിനീകരണവും വളരെ കുറവാണ്. ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലെ ബൈ പ്രോഡക്റ്റ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നുപോയി.